ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് പല ആൾക്കാർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടുണ്ട്. ലഭിക്കാത്തവരുണ്ട്. ലഭിക്കാത്തവർ എങ്ങനെയാണ് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഭിച്ചവർ ഇനി അങ്ങോട്ട് അവരുടെ ഏണിങ്സ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ മസ്റ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള ഏണിങ്സ് ആയിരിക്കില്ല ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ലഭിച്ചതിന് ശേഷം നമ്മൾക്ക് ലഭിക്കുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് മുമ്പൊക്കെ നമ്മൾക്ക് ഇൻസ്ട്രീം ആഡ്സിൻ്റെ ഏണിങ്സ് വേറെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ആഡ്സ് ഓൺ റീൽസിൻ്റെ ഏണിങ്സ് വേറെ തന്നെയായിരുന്നു. പെർഫോമൻസ് ബോണസിൻ്റെ ഏണിങ്സ് വേറെ തന്നെയായിരുന്നു. ഇത് മൂന്നും ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് മൊത്തത്തിൽ ഏണിങ്സ് നമ്മൾക്ക് അതിൽ വരുന്നത്. പക്ഷെ നമുക്ക് ആ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നിലും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതിനാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നില്ല. അപ്പോൾ ഈ ടൂളിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് റീൽസിൽ നമ്മൾക്ക് എത്രയാണ് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഫോട്ടോസിൽ എത്രയാണ് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ വീഡിയോസിൽ ഫോട്ടോസ് ടെക്സ്റ്റ് സ്റ്റോറി ഈ മൂന്നും പെട്ടിട്ടാണ്. അപ്പം ഇത് മൂന്നിലും എത്രയാണ് ലഭിച്ചിട്ടുള്ളത്, വീഡിയോസിൽ എത്രയാണ് ലഭിച്ചിട്ട് ടോട്ടൽ കാണാൻ പറ്റും. ഇത് എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ചില സമയത്ത് ഫേസ്ബുക്ക് കൊടുക്കുന്ന ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്ന ചില എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും, ചില ആൾക്കാർക്ക് ആവില്ല. അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. മുമ്പൊക്കെ സെപ്പറേറ്റ് ഞാൻ കാണിച്ചത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഈ ഇൻസ്ട്രീം ആഡ്സിന്റെ ഏണിങ്സ് നോക്കണമെങ്കിൽ ഇതിൽ പോകണമായിരുന്നു, ബോണസിന്റെ ഏണിങ്സ് നോക്കണമെങ്കിൽ ഇതിൽ പോകണമായിരുന്നു, ആഡ്സ് ഓൺ റീൽസിന്റെ ഇതിൽ പോകണമായിരുന്നു. ഈ സ്റ്റാർസും സബ്സ്ക്രിപ്ഷനും ഇത് രണ്ടും ഡിഫറെന്റ്, ഇതിൽ പെട്ടതല്ല. ഈ സ്റ്റാർസിന് അത് ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് $100 ലഭിക്കുന്നതല്ലാണ്ട് അതിലൊന്നും വലിയ പ്രതീക്ഷ കൊടുക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ, യൂട്യൂബിലെ ജോയിൻ ബട്ടനെ പോലെയുള്ള സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷന്. അപ്പോൾ ഇത് നിലവിൽ ഇപ്രാവശ്യത്തെ ഈ മാസം, ഈ ഏപ്രിൽ മാസം, അതായത് മാർച്ച് മാസത്തിൽ ലഭിച്ചവർക്ക് നിലവിൽ ഏണിങ്സ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുവരെ കണ്ടതുപോലുള്ള സംഭവം ഒന്നല്ല. ഇപ്പോൾ നിലവിൽ ഈ മാസത്തെ എമൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് ഓൾറെഡി കുറേ ആൾക്കാർക്കൊക്കെ എമൗണ്ട് കഴിഞ്ഞ മാസത്തെ മാർച്ച് മാസത്തെ പ്രോസസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ പഴയ ഈ ടൂള് ലഭിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ആഡ്സ് ഓൺ റീൽസിൻ്റെ എമൗണ്ട് ലഭിക്കുമോ, അല്ലെങ്കിൽ ഇൻസ്ട്രീം ആഡ്സിൻ്റെ എമൗണ്ട് ലഭിക്കുമോ, ബോണസിൻ്റെ എമൗണ്ട് ലഭിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്തുതരാം. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പേ ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതണ്ട. ഇപ്പം കഴിഞ്ഞ മാസത്തെ ട്രാൻസാക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കഴിഞ്ഞ മാസത്തെ മാർച്ച് മാസത്തെ എമൗണ്ടാണ്. മാർച്ച് ഒരാൾ $0.1 സ്റ്റാർസിൽ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ എനിക്ക് 15-ാം തീയതിയാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിച്ചിരുന്നത്. ഓൾറെഡി എല്ലാ ടൂളും എനിക്ക് ലഭിച്ചതാണ്. പക്ഷേ പുതിയതായിട്ടുള്ള ടൂള് ലഭിച്ചത് 15-ാം തീയതി അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അതുവരെയുള്ള പെർഫോമൻസ് ബോണസിൻ്റെ എമൗണ്ടാണ് 15.36. അതിന് മുമ്പുള്ള അതായത് 15 വരെയുള്ള ഈ ആഡ്സ് ഓൺ റീൽസിൻ്റെ എമൗണ്ടാണ് ഈ $133.09 വരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഈ ഇൻസ്ട്രീം ആഡ്സ് ലോങ് വീഡിയോൻ്റെ ഏണിംഗ് ആണ് ഈ 2.57 വരുന്നത്. ഈ മൂന്നിനും ശേഷം ഈ 15-ാം തീയതിയാണ് എനിക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കുന്നത്. ഈ മൂന്ന് ടൂളും 15-ാം തീയതിയോടെ ഏണിങ്സ് അതിൽ ഇൻക്ലൂഡ്, അതായത് വരുന്നത് പ്ലസ് ആവുന്നത് 15-ാം തീയതിയോടെ ഈ ടൂള് ആക്റ്റീവ് ആയതോടെ ഈ 15-ന് ശേഷം കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ വന്ന എമൗണ്ട് ആണ് ഇവിടെ $73.72. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് നമ്മൾക്ക് ഇതിൽ ട്രാൻസാക്ഷൻ പേ ഔട്ടിന്റെ ട്രാൻസാക്ഷൻ നമുക്ക് കാണിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. പെർഫോമൻസ് ബേസ്ഡ് പേ ഔട്ട്, മനസ്സിലായോ? പെർഫോമൻസ് ബേസ്ഡ് പേ ഔട്ട് എന്നുള്ള പേരിലായിരിക്കും നമ്മൾക്ക് കാണിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആരും കൺഫ്യൂഷൻ ആവണ്ട, എൻ്റെ പഴയ എമൗണ്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ ആവണ്ട. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഇപ്പോൾ 5-ാം തീയതി അല്ലേ, ഇപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ എമൗണ്ട് ഈ അതായത് പഴയ നമ്മുടെ ഈ ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, പെർഫോമൻസ് ബോണസിന്റെ എമൗണ്ടും അതുപോലെ തന്നെ 15-ന് ശേഷം അത് കിട്ടിയതിന് ശേഷമുള്ള എമൗണ്ടും ടോട്ടൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇവിടെ നെക്സ്റ്റ് പേ ഔട്ട്, അതായത് അടുത്ത നമുക്ക് ഏണിങ്സ് ലഭിക്കേണ്ട എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ ആരുടെ എമൗണ്ട് മിസ്സാവോ അല്ലെങ്കിൽ എമൗണ്ട് ലഭിക്കാതിരിക്കുമോ അങ്ങനെയുള്ള ഒരു പേടിയൊന്നും വേണ്ട. ടോട്ടലായിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നത്. അപ്പം പിന്നെ നിങ്ങളാരും പിന്നെ പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പല ആൾക്കാർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ വന്ന് ചോദിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.